ഷിപാൽ അങ്ങനെ PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള കൺവീനറായി UDF-ലേക്ക് ചേക്കേറാൻ പോകുന്നു. UDF സ്വീകരിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. എന്താണ് PV അൻവറിന്റെ കേരളത്തിലെ രാഷ്ട്രീയ ഭാവി? ഡോക്ടർ അരുൺകുമാർ, UDF-ൽ ഇടം നേടുക എന്ന ഒറ്റ ലക്ഷ്യമിട്ട് തന്നെയാണ് PV അൻവർ നിലമ്പൂർ MLA പദവി രാജിവെച്ചത് എന്ന് വ്യക്തമാണ്. കാരണം UDF-ലേക്ക് പല വഴിയിൽ ചേക്കേറാനുള്ള ശ്രമം PV അൻവർ നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. പിന്നാലെയാണ് മമതാ ബാനർജിയുമായി ആശയവിനിമയം നടത്തി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാകാനുള്ള തീരുമാനമെടുത്തത്. തൃണമൂൽ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും അയോഗ്യത വരും. സഭാ സമ്മേളനം 5 ദിവസത്തിനപ്പുറം നടക്കുകയാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ MLA പദവി രാജിവെക്കുന്നു. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ സ്വാഭാവികമായും PV അൻവർ സമ്മർദ്ദ ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ അൻവറിന് മുന്നിൽ UDF വഴങ്ങേണ്ടി വരും. UDF-ന്റെ ഭാഗമായി അൻവറിനെ പരിഗണിക്കേണ്ടി വരും. തൃണമൂൽ കോൺഗ്രസ് CPM-മായി നേരിട്ട് പോരാടുന്ന പാർട്ടി. സ്വാഭാവികമായും കേരളത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിലാണ് പോരാട്ടം. അതുകൊണ്ടാണ് UDF-ന് പിന്തുണ നൽകുന്നത് എന്ന വാദം അൻവർ ഉയർത്തുന്നുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച് UDF പ്രവർത്തകർക്കും ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമം PV അൻവർ തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസിൻ്റെ കൺവീനർ പദവി ഏറ്റെടുക്കുന്നതോടെ PV അൻവർ പാർട്ടി ശക്തിപ്പെടുത്താനുള്ള നീക്കം നടത്തും. അത് LDF ക്യാമ്പിൽ നിന്ന് തന്നെ പ്രധാനപ്പെട്ട ചില നേതാക്കളെ പുറത്തേക്കിറക്കി തൃണമൂലിൻ്റെ ഭാഗമാക്കാനുള്ള ശ്രമമാകും നടക്കുക. ഏതായാലും പിണറായി വിജയനെതിരെയുള്ള കടുത്ത ആക്രമണം PV അൻവറിൻ്റെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്യും. ഏതായാലും സർക്കാരിനെതിരെ വലിയ പടപ്പുറപ്പാടോടെ തുടങ്ങിയ PV അൻവർ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അൻവറിനെ ഒപ്പം കൂട്ടുന്നത് ഗുണകരമാകുമെന്ന അഭിപ്രായം UDF-ൽ ശക്തമാവുകയും ചെയ്യും. നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നിലപാട് കാരണമാണ് PV അൻവറിൻ്റെ UDF പ്രവേശനം വൈകിയത്. പക്ഷേ പ്രതിപക്ഷ നേതാവിന് എതിരെ ഉന്നയിച്ച അഴിമതി ആരോപണം പിൻവലിച്ച് മാപ്പ് പറഞ്ഞ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് നിലപാട് മയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. K. സുധാകരനും രമേശ് ചെന്നിത്തല അടക്കമുള്ള പല നേതാക്കളും നേരത്തെ തന്നെ അൻവറിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗ് കൂടി നിലപാട് ഘടിപ്പിച്ച ഒരു പശ്ചാത്തലത്തിൽ അൻവറിൻ്റെ UDF പ്രവേശനം വലിയ തടസ്സമില്ലാതെ നടന്നേക്കും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF-ലേക്ക് അൻവർ ഇടം പിടിക്കാനാണ് സാധ്യത. നിലമ്പൂരിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിക്കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അൻവറിനെ കേന്ദ്രീകരിച്ചാകും പിന്നീട് ചർച്ചകൾ മുന്നോട്ട് പോവുക. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായം അൻവർ ഉയർത്തിയതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ടെങ്കിൽ പോലും അൻവറിൻ്റെ അഭിപ്രായം ഈ കാര്യത്തിൽ പരിഗണിക്കേണ്ടി വരും.